തൊട്ടതെല്ലാം ഹിറ്റാക്കി ഈ വർഷം സ്വന്തം പേരിലാക്കാൻ മലയാളത്തിന്റെ സ്വന്തം മോഹൻലാലിന് സാധിച്ചു. നായകനായ സിനിമകളിൽ രണ്ടെണ്ണം 200 കോടിയിലേറെ കളക്ഷൻ നേടുകയും പിന്നാലെയെത്തി ഹൃദയപൂർവ്വം 75 കോടി സ്വന്തമാക്കി. റീ റിലീസിലൂടെ മോഹൻലാൽ തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കി മാറ്റി. ഒപ്പം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ചലച്ചിത്ര ബഹുമതിയുമായ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡും മോഹൻലാൽ സ്വന്തമാക്കി. ഈ വർഷം മറ്റൊരു ചിത്രവുമായി മോഹൻലാൽ എത്തുകയാണ്. തെലുങ്കിൽ ഒരുങ്ങിയ പാൻ ഇന്ത്യൻ ചിത്രം വൃഷഭയാണ് ക്രിസ്മസ് ദിനത്തിൽ മോഹൻലാൽ എത്തുന്നത്. നന്ദകിഷോർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് ആരാധകരിൽ നിന്ന് തണുപ്പൻ പ്രതികരണമാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചത്. എന്നാൽ 2 ദിവസമായിട്ടും പ്രീസെയിലിൽ കാര്യമായ ചലനമുണ്ടാക്കാൻ വൃഷഭയ്ക്ക് സാധിച്ചില്ല. ഇതുവരെ വെറും 58 ലക്ഷം രൂപയ്ക്ക് മാത്രമാണ് ചിത്രം പ്രീസെയിലോട്ട് നേടിയത്. കേരളത്തിൽ ഇതുവരെ 20 ലക്ഷം പോലും ചിത്രം നേടിയിട്ടില്ല. ആരാധകർക്ക് പോലും പ്രതീക്ഷയില്ലാത്ത വൃഷഭ ബോക്സ് ഓഫീസിൽ എത്രമാത്രം തിളങ്ങുമെന്നാണ് പലരും കണക്കുകൂട്ടുന്നത്. 70 കോടിയാണ് ചിത്രത്തിന്റെ ബജറ്റ്. 2022 അനൗൺസ്മെന്റ് ചെയ്ത ചിത്രം ഈ വർഷമാണ് ഷൂട്ടിംഗ് പൂർത്തിയാക്കിയത്. മെയിൽ റിലീസ് പ്രഖ്യാപിച്ചിരുന്ന ചിത്രം നീണ്ടുപോകുകയായിരുന്നു. ദീപാവലിക്ക് പുറത്തിറങ്ങുമെന്ന് അറിയിച്ചെങ്കിലും വീണ്ടും റിലീസ് നീളുകയായിരുന്നു. ചിത്രത്തിന്റെ ടീസറും ട്രെയിലറും തരക്കേടില്ലാത്ത പ്രതികരണം ലഭിക്കുകയും ചെയ്തു. 2 കാലഘട്ടങ്ങളിലായിട്ട് വൃഷഭയുടെ കഥ പറയുന്നത്. രാജ വിജയേന്ദ്ര വൃഷഭയായും ആദിശേഖര വർമ്മയും മോഹൻലാൽ വേഷമിടുന്നു. തെലുങ്ക് യുവതാരം സർജിത് ലഗേഷും ചിത്രത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. രാഗിനി ദ്വിവേദി, നേഹ സക്സേന, അജയ് തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് താരങ്ങൾ. സാം സി എസ് ആണ് ചിത്രത്തിന്റെ സംഗീതം. 3 വ്യത്യസ്ത പ്രൊഡക്ഷൻ കമ്പനികളാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. പാൻ ഇന്ത്യൻ റിലീസായി എത്തുന്ന വൃഷഭ ആരാധകർക്ക് ചെറിയൊരു നിരാശ സമ്മാനിക്കുന്നുണ്ട്. ഈ വർഷം എല്ലാ സിനിമകളും മികച്ചതാക്കിയ മോഹൻലാലിന് ഡിസംബർ അത്രാണ്ട് നല്ല സ്ഥിതിയല്ല. അതിഥി വേഷം ചെയ്ത ഫാഫാബായിലും ബോക്സ് ഓഫീസിൽ വമ്പൻ പരാജയത്തിലേക്കാണ് കുതിക്കുന്നത്.